ദീപാവലിക്ക് പിന്നാലെ ഡൽഹിക്ക് ശ്വാസം മുട്ടുന്നു. അതിഗുരുതരമായ അവസ്ഥയിലൂടെയാണ് ഡൽഹി കടന്നു പോകുന്നത്. ഡൽഹിയിലെ അവസ്ഥ ഇങ്ങനെയാണിപ്പോൾ. 10 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് ഡൽഹിയിലെ വായു ശ്വസിക്കുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിയതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ ഡൽഹി നേരിടുന്നത്. ഹരിത പടക്കങ്ങൾ മാത്രമേ പൊട്ടിക്കാവൂ എന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിബന്ധനയൊക്കെ ലംഘിച്ചാണ് വ്യാപകമായി പടക്കങ്ങൾ ഇവിടെ പൊട്ടിച്ചത്. ഡൽഹിക്ക് പുറത്തുനിന്ന് എത്തിച്ച പടക്കങ്ങളും വ്യാപകമായി പൊട്ടിച്ചു. ഇതാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. ഡൽഹി NCRലെ വായു നിലവാര സൂചിക കഴിഞ്ഞ ദിവസം രാവിലെ 420 കടന്നു. വളരെ ഗുരുതരമായ സാഹചര്യമാണിത്. ദീപാവലി ആഘോഷങ്ങൾക്ക് പിന്നാലെ വായു നിലവാരം ഏറെ മോശമായത് ഭവാനയിലാണ്. ഇവിടെ IQI 423 രേഖപ്പെടുത്തി. ജഹാംഗീർപൂരിൽ 407, വസിർപൂർ 408, ആനന്ദി വിഹാർ 358, അശോക് വിഹാർ 389, ബുറാഡി 399, ചാന്ദിനി ചൗക്ക് 350, രാജ്യാന്തര വിമാനത്താവളം 302, മുൺക 366, നജഫ്ഗഡ് 336, നരേല 358, പഞ്ചാബി ബാഗ് 376 എന്നിങ്ങനെയായിരുന്നു മറ്റ് സ്ഥലങ്ങളിലെ രാവിലെ 8 മണിക്ക് രേഖപ്പെടുത്തിയ IQI. 38 വായു നിലവാര പരിശോധന കേന്ദ്രങ്ങളിൽ 36 എണ്ണവും റെഡ് സോണിലായിരുന്നു. അന്തരീക്ഷത്തിലെ പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ അളവ് 20 ഇരട്ടിയായി. ശ്വാസകോശത്തെ അപകടകരമായി ബാധിക്കുന്ന ഒരവസ്ഥയാണിത്. ഒരു ക്യൂബിക് മീറ്ററിൽ 1800 മൈക്രോഗ്രാം എന്ന നിലയിലായിരുന്നു വായുവിൻ്റെ PM ലെവൽ. ആനന്ദി വിഹാർ, പട്പട്ഗഞ്ച്, ജഹാംഗീർപൂർ എന്നിവിടങ്ങളിലും സ്ഥിതി അതിരൂക്ഷമായി. പരിധി വിട്ട ആഘോഷമാണ് ഡൽഹിയെ ഇപ്പോൾ ശ്വാസം മുട്ടിക്കുന്നത്. നിയന്ത്രണങ്ങൾ മറികടന്നും ദിവസങ്ങളോളം വ്യാപകമായി പടക്കം പൊട്ടിച്ചു. അയൽ സംസ്ഥാനങ്ങളിലെ പാടങ്ങളിൽ വൈക്കോൽ കത്തിക്കുന്നത് വ്യാപകമായതും മലിനീകരണ തോത് കുത്തനെ കൂട്ടി. അനുവദനീയമായതിനേക്കാൾ 10 ഇരട്ടി വരെ മലിനീകരണ തോത് ഉയർന്നു. കൃത്രിമ മഴ പെയ്യിച്ച് മലിനീകരണം കുറയ്ക്കാൻ ഡൽഹി സർക്കാർ നടപടി തുടങ്ങിയതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നിരുന്നു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അനുമതി ലഭിച്ചാൽ വെള്ളിയാഴ്ചയ്ക്കും ഞായറാഴ്ചയ്ക്കുമിടയിൽ ക്ലൗഡ് സീഡിംഗ് നടത്തുമെന്നാണ് ഡൽഹി പരിസ്ഥിതി മന്ത്രി മൻജീന്ദർ സിംഗ് സിർസ പറഞ്ഞത്. പൈലറ്റുമാർക്ക് പരിശീലനം നടത്തി, ട്രയൽ റൺ നടത്തി, വിമാനങ്ങളിൽ ക്ലൗഡ് സീഡിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ചു. എല്ലാം സജ്ജമാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പക്ഷേ പിന്നീട് മന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: ക്ലൗഡ് ഇല്ലാതെ ക്ലൗഡ് സീഡിംഗ് നടത്തുന്നത് എങ്ങനെ? മഴ പെയ്യിക്കാൻ ആദ്യം മേഘങ്ങൾ വരണം. മേഘങ്ങളുണ്ടെങ്കിൽ മാത്രമേ ക്ലൗഡ് സീഡിംഗ് നടക്കൂ. അത് വരുമ്പോൾ കൃത്രിമ മഴയും വരും. ഇങ്ങനെയാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള വായുമലിനീകരണം നിരീക്ഷിക്കുന്ന IQAirൻ്റെ കണക്ക് പ്രകാരം ഡൽഹി ലോകത്തിലെ നഗരങ്ങളിൽ വായുമലിനീകരണത്തിൽ ഒന്നാമതാണ്. പട്ടികയിൽ കൊൽക്കത്ത 5-മതും മുംബൈ 7-മതുമാണ്.